ഹായ് വെൽക്കം ബാക്ക് എല്ലാ കേട്ടിട്ട് ആസ്പിറൻസിനും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കേട്ടിട്ട് കാറ്റഗറി 3 ഫിസിക്കൽ സയൻസിൻ്റെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ കെമിസ്ട്രിയുടെ 9th ചാപ്റ്റർ നോൺ മെറ്റൽസിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ളൊരു ക്ലാസ്സാണ്. അപ്പോൾ സെക്കൻഡ് പാർട്ടിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, അതേപോലെ തന്നെ അമോണിയ അല്ലേ. അപ്പം ആ 3 നോൺ മെറ്റൽസ്, ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ എന്ന് പറയുന്ന 3 നോൺ മെറ്റൽസ്, ദെൻ ഒരു കോമ്പൗണ്ട് അമോണിയ, ഇത്രയുമാണ് പഠിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് ക്ലോറിൻ, അതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലോറിൻ്റെ തന്നെ കോമ്പൗണ്ട് ഹൈഡ്രജൻ ക്ലോറൈഡ്, ദെൻ കാർബൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാർബണിൻ്റെ എലോട്രോപിക് ഫോംസ് ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന ഇന്ന് ക്ലോറിനെ പറ്റിയാണ്. അപ്പോൾ ക്ലോറിൻ നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ്. അതൊരു ഹാലോജൻ ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. പൊതുവേ ഹാലോജനുകളുടെ പ്രത്യേകത എന്താണ്? ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ളവരാണ് അല്ലേ. ഇവരുടെ ഔട്ടർ കോൺഫിഗറേഷൻ വരുന്നത് എങ്ങനെയാണ്? 7 ആയിരിക്കും അല്ലേ. 7 ഇലക്ട്രോണുകളാണ് വാലൻസ് ഷെല്ലിൽ വരിക. അതുകൊണ്ട് ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കാനായിട്ട് ഒരു ഇലക്ട്രോണോടാണ് റിക്വയർഡ് ആയിട്ടുള്ളത്. സോ ഇവർ വളരെ റിയാക്റ്റീവ് ആണ്. അപ്പോൾ ഹാലോജൻ എന്ന് പറയുന്നത് ഗ്രൂപ്പ് നമ്പർ 17 ആണ്. 17th ഗ്രൂപ്പിൽ വരുന്ന സെക്കൻഡ് ഹാലോജൻ എലമെന്റ് ആണ് ക്ലോറിൻ എന്ന് പറയുന്നത്. ഓക്കെ, ആറ്റമിക് നമ്പർ 17 ആണ്. ഇതിൻ്റെ പീരീഡ് എത്രയാണ്? 3rd പീരീഡ് എലമെൻ്റ് ആണ് ക്ലോറിൻ. അപ്പോൾ ക്ലോറിൻ എന്ന് പറയുന്ന ആ ഒരു എലമെൻറ്റ് വന്നിരിക്കുന്ന ക്ലോറോസ് എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ്. അപ്പോൾ ക്ലോറോസ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്താണ്? ഗ്രീനിഷ് യെല്ലോ ആണ്. അപ്പോൾ ഒരു ഗ്രീനിഷ് യെല്ലോ ഗ്യാസ് ആണ് ക്ലോറിൻ ഗ്യാസ്. ഇതിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പങ്ക്ചൻ്റ് സ്മെല്ലൊക്കെ ഉണ്ട് അല്ലേ. അങ്ങനെയുള്ള ഒരു ഗ്യാസ് ആണ് ക്ലോറിൻ ഗ്യാസ്. ഫ്രീ സ്റ്റേറ്റിൽ കാണപ്പെടാറില്ല. ഹൈലി റിയാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ക്ലോറിനെ നമുക്ക് ഫ്രീ സ്റ്റേറ്റിൽ കാണപ്പെടാറില്ല. ഓക്കെ, അപ്പോൾ ക്ലോറിൻ ഗ്യാസിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? അപ്പോൾ ക്ലോറിൻ എന്ന് പറഞ്ഞാൽ ഗ്രീനിഷ് യെല്ലോ കളേർഡ് ഗ്യാസ് ആണ്. ഇതിനൊരു സ്ട്രോങ് പങ്ക്ചൻ്റ് ഓർഡർ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ക്ലോറിൻ എന്ന് പറയുന്ന ആ ഒരു ഗ്യാസ് ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തത് കാൾ വില്യം ഷീലയാണ് ക്ലോറിൻ ഗ്യാസ് ഫസ്റ്റ് ഡിസ്കവർ ചെയ്തത്. എന്നാൽ അദ്ദേഹം അന്ന് ഐഡന്റിഫൈ ചെയ്തില്ല, ക്ലോറിൻ ഒരു എലമെന്റ് ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്തില്ല. അത് പിന്നീട് ഹംഫ്രി ഡേവിയാണ് ക്ലോറിൻ എന്ന് പറയുന്നത് ഒരു എലമെന്റ് ആണ് എന്ന് ഡിസ്കവർ ചെയ്തത്. ഓക്കെ ആണല്ലോ. ഇപ്പോൾ ക്ലോറിൻ ഗ്യാസിനെ വാട്ടറിൽ ആഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് നമുക്കറിയാം. ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ടും ബ്ലീച്ചിങ് ഏജന്റ് ആയിട്ടും ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ക്ലോറിനെ നമ്മൾ വാട്ടറിൽ ആഡ് ചെയ്തിട്ട് ക്ലോറിനേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് അല്ലേ. ക്ലോറിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ് ക്ലോറിനെ വാട്ടറുമായിട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ക്ലോറിനെ വാട്ടറിൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ അതിനൊരു യെല്ലോ കളറാണ് വരിക. ഒരു യെല്ലോ കളറാണ്. എന്നാൽ കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ തന്നെ ആ യെല്ലോ കളർ ഡിസപ്പിയർ ചെയ്യുന്നതായിട്ട് കാണാം. ക്ലോറിനേറ്റഡ് ആയിട്ടുള്ള ആ വാട്ടറിൻ്റെ യെല്ലോ കളർ ഡിസപ്പിയർ ചെയ്യാനുള്ള കാരണം ക്ലോറിൻ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ക്ലോറിൻ വളരെയധികം ഹൈഡ്രജനോട് എഫിനിറ്റി കാണിക്കുന്ന ഒരു നോൺ മെറ്റൽ എലമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ക്ലോറിൻ എന്ത് ചെയ്യും? വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് വാട്ടറിനെ ഡീകമ്പോസ് ചെയ്ത് HCl-ഉം HOCl-ഉം ഫോം ചെയ്യും. HOCl എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈപ്പോക്ലോറസ് ആസിഡ് ആണ്. ഹൈപ്പോക്ലോറസ് ആസിഡിൻ്റെ പ്രത്യേകത എന്താണ്? അത് വളരെ അൺസ്റ്റേബിൾ ആണ്. ഈ ഹൈപ്പോക്ലോറസ് ആസിഡ് എന്ത് സംഭവിക്കും? ഡീകമ്പോസ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? അതിൽ നിന്ന് നെയ്സെൻ്റ് ഓക്സിജൻ ഫോം ചെയ്യും. ഈ ഒരു നെയ്സെൻ്റ് ഓക്സിജൻ ആണ് ക്ലോറിൻ്റെ ഓക്സിഡൈസിങ് ആൻഡ് ബ്ലീച്ചിങ് പ്രോപ്പർട്ടീസിന് കാരണം. Okay, this nascent oxygen is responsible for the oxidizing and bleaching properties of chlorine. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ക്ലോറിനെ പറ്റി. ക്ലോറിൻ്റെ ആറ്റമിക് നമ്പർ എത്രയാണ്? 17 ആണ്. പി ബ്ലോക്ക് എലമെൻ്റ് ആണ്. പീരീഡ് നമ്പർ 3 ആണ്. ഗ്രൂപ്പ് നമ്പർ 17 ആണ്. കാൾ ഷീലെ ഡിസ്കവേർഡ് ക്ലോറിൻ ഗ്യാസ് ആൻഡ് ഹംഫ്രി ഡേവി കൺഫേംഡ് ദാറ്റ് ക്ലോറിൻ വാസ് ആൻ എലമെന്റ്. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞത്? ഗ്രീനിഷ് യെല്ലോ ഗ്യാസ് വിത്ത് പങ്ക്ഷൻ ഓർഡർ ആണ്. ആൻഡ് ഇറ്റ് ഈസ് 2 to 5 times ഹെവിയർ ദാൻ എയർ. എയറിനേക്കാൾ ഡെൻസിറ്റി കൂടിയതാണ്. 2 to 5 times ഹെവിയർ ദാൻ എയർ ആയിരിക്കും. ഇനി ഇത് സോല്യൂബിൾ ഇൻ വാട്ടർ ആണ്. അതേപോലെ തന്നെ ഈസിലി ലിക്വിഫൈ ചെയ്യാൻ പറ്റും. ഈസിലി ലിക്വിഫൈഡ് ഇൻ ടു എ ഗ്രീനിഷ് യെല്ലോ ലിക്വിഡ്. ഓക്കെ, it reacts with a number of metals and non-metals to form chlorides, and it has a great affinity for hydrogen. It reacts with the compounds containing hydrogen to form HCl. ഹൈഡ്രജനോട് എപ്പോഴും ഒരു ഗ്രേറ്റ് അഫിനിറ്റി ഉള്ള ആളാണ് ഈ ക്ലോറിന്. ഹൈഡ്രജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ടുകളുമായിട്ട് റിയാക്ട് ചെയ്ത് HCl ഫോം ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് മോയിസ്ചർ ക്ലോറിൻ ടേൺസ് ബ്ലൂ ലിറ്റ്മസ് ടു റെഡ്. Actually, dry chlorine gas has no effect on litmus paper. Dry chlorine gas ആണെങ്കിൽ എന്താണ്? അതിന് ലിറ്റ്മസ് പേപ്പറിൽ ഇഫക്റ്റ് ഒന്നുമില്ല. എന്നാൽ മോയിസ്ചറിൻ്റെ പ്രസൻസിൽ ക്ലോറിൻ ഗ്യാസ് ബ്ലൂ ലിറ്റ്മസിനെ റെഡാക്കി മാറ്റുന്നു. അസിഡിക് ആയിട്ടുള്ള പ്രോപ്പർട്ടി. ഓക്കെ, ദെൻ ബ്ലീച്ചിങ് ആക്ഷൻ ഓഫ് ക്ലോറിൻ ഗ്യാസ് ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലോറിൻ ഗ്യാസിൻ്റെ ബ്ലീച്ചിങ് ആക്ഷന് കാരണം എന്താണ്? നെയ്സെൻ്റ് ഓക്സിജൻ ആണ് അല്ലേ. നെയ്സെൻ്റ് ഓക്സിജൻ ആണ്. അപ്പോൾ ബ്ലീച്ചിങ് ആക്ഷൻ ഓഫ് ക്ലോറിൻ ഗ്യാസ് ഈസ് ഡ്യൂ ടു നെയ്സെൻ്റ് ഓക്സിജൻ
oxygen produced by moist chlorine. Chlorine വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് ഹൈപ്പോക്ലോറസ് ആസിഡ് ഫോം ചെയ്യും. ഇവിടെ ഉണ്ടാകുന്ന ഹൈപ്പോക്ലോറസ് ആസിഡ് HOCl എന്ന് പറയുന്നത് എന്താണ്? ഹൈപ്പോക്ലോറസ് ആസിഡ് ഈസ് അൺസ്റ്റേബിൾ ആണ്. ഈ ഹൈപ്പോക്ലോറസ് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്ത HCl-ഉം നെയ്സൻറ്റ് ഓക്സിജനുമായിട്ട് മാറുന്നു. ഈ നെയ്സൻറ്റ് ഓക്സിജൻ, ഈ കാണിച്ചിരിക്കുന്ന നെയ്സൻറ്റ് ഓക്സിജൻ എന്ന് പറയുന്നതാണ് ക്ലോറിൻ്റെ ബ്ലീച്ചിങ് ആക്ഷന് കാരണം. ഓക്കെ, ബിക്കോസ് ഈ ഒരു നെയ്സൻറ്റ് ഓക്സിജൻ ഒരു കളേർഡ് മാറ്ററുമായിട്ട് ചേർന്നാൽ എന്ത് സംഭവിക്കും? കളേർഡ് മാറ്റർ ഈ ഒരു നെയ്സൻറ്റ് ഓക്സിജനുമായിട്ട് ചേരുമ്പോൾ എന്തായിട്ട് മാറും? അൺകളേർഡ് ആയിട്ട് മാറും. അൺകളേർഡ് ആയിട്ട് മാറും. ഇതുകൊണ്ടാണ് കുറേ സമയം ക്ലോറിൻ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു യെല്ലോ കളറായിട്ടുള്ള വാട്ടറിനെ കുറേ സമയം നമ്മൾ വെക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നത്? അത് ഡിസ്കളേർഡ് ആവുന്നത്. കാരണം അവിടെ നെയ്സൻറ്റ് ഓക്സിജൻ ഫോം ചെയ്യും. ആ ഒരു നെയ്സൻറ്റ് ഓക്സിജനാണ് ആ ഒരു കളറിനെ ഡിസ്കളർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിസ്കളറിങ്ങിന് കാരണം ആരാണ്? നെയ്സൻറ്റ് ഓക്സിജൻ ആണ്. ബ്ലീച്ചിങ് ആക്ഷൻ ഓഫ് ക്ലോറിൻ ഗ്യാസ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? നെയ്സൻറ്റ് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. ഹൈപ്പോക്ലോറസ് അൺസ്റ്റേബിൾ ആണ്, അത് ഡിസോസിയേറ്റ് ചെയ്ത് നെയ്സൻറ്റ് ഓക്സിജൻ ഫോം ചെയ്യുന്നു. ഈ നെയ്സൻറ്റ് ഓക്സിജൻ കളേർഡ് മാറ്ററിനെ എന്ത് ചെയ്യും? ഡിസ്കളർ ചെയ്യും. ഓക്കെ ആണല്ലോ. സോ ഇറ്റ് ഈസ് ആൻ ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്. ഓക്സിജൻ ഫോം ചെയ്യുന്നതുകൊണ്ട് ഇതൊരു ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്. ഇപ്പോൾ ക്ലോറിൻ എന്ന് പറഞ്ഞാൽ ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ക്ലോറിൻ്റെ കോമ്പൗണ്ടുകൾ ഏറ്റവും കോമൺ ആയിട്ടുള്ള കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ സോഡിയം ക്ലോറൈഡ് ആണ്. ഏറ്റവും മോസ്റ്റ് കോമൺ കോമ്പൗണ്ട് ഓഫ് ക്ലോറിൻ എന്ന് പറഞ്ഞാൽ സോഡിയം ക്ലോറൈഡ് ആണ്. എന്നാൽ സിംപ്ലസ്റ്റ് കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ ക്ലോറൈഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മാനുഫാക്ചർ ഓഫ് ക്ലോറിൻ നോക്കാം. എങ്ങനെയൊക്കെയാണ് ക്ലോറിൻ പ്രിപ്പയർ ചെയ്യുന്നത്? ആക്ച്വലി ലബോറട്ടറിയിൽ ക്ലോറിൻ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് സിംപിളി പൊട്ടാസ്യം പെർമാംഗനേറ്റും കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡൂടെ മിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാം? ക്ലോറിൻ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ക്ലോറിൻ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത്, ക്ലോറിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അലോങ് വിത്ത് ദ ക്ലോറിൻ കുറച്ച് മോയ്സ്ചർ കണ്ടന്റ് കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? അതിനെ ഡ്രൈ ചെയ്യണം. ആ മോയ്സ്ചർ കണ്ടന്റിനെ റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് സൾഫ്യൂറിക് ആസിഡ് ആണ്. ഓക്കെ, അപ്പോൾ ലബോറട്ടറി പ്രിപ്പറേഷനിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റും കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡൂടെ മിക്സ് ചെയ്യുന്നു. അവിടെ നമുക്ക് എന്ത് കിട്ടും? ക്ലോറിൻ ഗ്യാസ് കിട്ടും. അലോങ് വിത്ത് ദാറ്റ് ക്ലോറിൻ ഗ്യാസ് അവിടെ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ട്. അതിനെ നമ്മൾ റിമൂവ് ചെയ്യാനായിട്ട് ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് എന്താണ് ഉപയോഗിക്കുന്നത്? സൾഫ്യൂറിക് ആസിഡ് ആണ് യൂസ് ചെയ്യുന്നത്. മറ്റൊരു മെത്തേഡാണ് മാംഗനീസ് ഡയോക്സൈഡിനെ കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് ചേർത്ത് ഹീറ്റ് ചെയ്യുക. ബൈ ഹീറ്റിംഗ് മാംഗനീസ് ഡയോക്സൈഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോൾ ഇക്വേഷൻ ഒന്നും നോക്കി വെക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. മാംഗനീസ് ഡയോക്സൈഡ് HCl-ഉമായിട്ട് ആക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മാംഗനീസ് ക്ലോറൈഡും വാട്ടറും കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ എന്തുകൂടെ കിട്ടുന്നുണ്ട്? ക്ലോറിൻ ഗ്യാസ് കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ ക്ലോറിൻ്റെ മാനുഫാക്ചറിങ്ങിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ് ഡീക്കൻസ് പ്രോസസ്സ്. ആ വേർഡ് ഓർത്തിരിക്കണം. ഡീക്കൻസ് പ്രോസസ്സ് എന്തിൻ്റെ മാനുഫാക്ചറിങ്ങുമായിട്ട് റിലേറ്റഡ് ആണ്? ക്ലോറിൻ ഗ്യാസിൻ്റെ മാനുഫാക്ചറിങ്ങുമായിട്ട് റിലേറ്റഡ് ആണ്. നമ്മൾ ഹൈഡ്രജൻ പഠിച്ചപ്പോൾ ബോഷ് പ്രോസസ്സ് പഠിച്ചില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ഓർത്തിരിക്കുക. ഡീക്കൻസ് പ്രോസസ്സ് എന്തിൻ്റെ പ്രൊഡക്ഷനാണ്? ക്ലോറിൻ്റെ പ്രൊഡക്ഷനാണ്. ഇവിടെ നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡിനെ അറ്റ്മോസ്ഫിയറിക് എയറിൻ്റെ പ്രസൻസിൽ ഓക്സിഡൈസ് ചെയ്യുകയാണ്. ഓക്കെ, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈസ് ഓക്സിഡൈസ്ഡ് ബൈ അറ്റ്മോസ്ഫിയറിക് എയർ. അവിടെ കണ്ടീഷനുണ്ട്. കുപ്രസ് ക്ലോറൈഡിനെയാണ് നമ്മളുടെ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ടെമ്പറേച്ചർ 723 കെൽവിൻ ആണ്. ഓക്കെ, അറ്റ് 723 കെൽവിൻ ഈ റിയാക്ഷൻ നടക്കുന്നത് 723 കെൽവിനിലാണ്. കാറ്റലിസ്റ്റ് കുപ്രസ് ക്ലോറൈഡ് ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡിനെ നമ്മൾ അറ്റ്മോസ്ഫിയറിക് എയറിന്റെ പ്രസൻസിൽ എന്ത് ചെയ്യാണ്? ഓക്സിഡൈസ് ചെയ്യുവാണ്. ഓക്സിഡൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്ലോറിൻ ഗ്യാസ് ഇവിടെ കിട്ടും. 4HCl plus O2 gives 2Cl2 plus 2H2O. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ക്ലോറിൻ ഗ്യാസ് കിട്ടും. ഈ ഒരു പ്രോസസ്സാണ് ഡീക്കൻസ് പ്രോസസ്സ്. ദെൻ ഇലക്ട്രോളിറ്റിക് പ്രോസസ്സ്. ഇലക്ട്രോളിറ്റിക് പ്രോസസ്സ് നമ്മൾ ഹൈഡ്രജന്റെ പ്രൊഡക്ഷനിൽ പഠിച്ചതാണ്. ബ്രൈൻ സൊല്യൂഷൻ യൂസ് ചെയ്തുകൊണ്ട് സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ മാനുഫാക്ചറിങ്. അപ്പോൾ ബ്രൈൻ സൊല്യൂഷനെ നമ്മൾ ഇലക്ട്രോളിസിസ് ചെയ്യുകയാണ്. ഇലക്ട്രോളിസിസ് ഓഫ് ബ്രൈൻ സൊല്യൂഷൻ. ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സോഡിയം ക്ലോറൈഡിന്റെ സൊല്യൂഷനാണ്. അപ്പോൾ ബ്രൈൻ സൊല്യൂഷനെ നമ്മൾ ഇലക്ട്രോളിസിസ് ചെയ്ത സോഡിയം ഹൈഡ്രോക്സൈഡ് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ആനോഡിൽ ഒബ്റ്റെയിൻ ചെയ്യുന്നതാണ് ക്ലോറിൻ ഗ്യാസ്. കാത്തോഡിലാണ് നമുക്ക് ഹൈഡ്രജൻ ഗ്യാസ് കിട്ടുന്നത്. ആനോഡിൽ നമുക്ക് എന്ത് കിട്ടും? ക്ലോറിൻ ഗ്യാസ് കിട്ടും. സോ Cl2 is obtained as a byproduct during the manufacture of sodium hydroxide by the electrolysis of brine solution. Next, bleaching powder ആണ്. ബ്ലീച്ചിങ് പൗഡർ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ക്ലോറിൻ ഗ്യാസിനെ നമ്മൾ ഡ്രൈ സ്ലേക്ഡ് ലൈമിലൂടെ പാസ് ചെയ്യുക. ഡ്രൈ സ്ലേക്ഡ് ലൈം എന്ന് പറഞ്ഞാൽ എന്താണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് സ്ലേക്ഡ് ലൈം അല്ലേ?
അപ്പോൾ ഡ്രൈ സ്ലേക്ഡ് ലൈമിലൂടെ നമ്മൾ ക്ലോറിൻ ഗ്യാസിനെ പാസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ് എന്ന കെമിക്കൽ നെയിമിൽ അറിയപ്പെടുന്ന നമ്മുടെ ബ്ലീച്ചിങ് പൗഡർ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ബ്ലീച്ചിങ് പൗഡർ ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് ക്ലോറിൻ വിത്ത് ഡ്രൈ സ്ലേക്ഡ് ലൈം. ഓക്കെ ആണല്ലോ. കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ് എന്നാണ് ബ്ലീച്ചിങ് പൗഡർ അറിയപ്പെടുന്നത്. അപ്പോൾ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ക്ലോറിൻ ഗ്യാസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ, ഡ്രൈ സ്ലേക്ഡ് ലൈം ക്ലോറിൻ ഗ്യാസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് CaOCl2 എന്ന് പറയുന്നത് കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ് എന്ന് പറഞ്ഞാൽ ബ്ലീച്ചിങ് പൗഡർ ആണ്. അത് പ്ലസ് കാൽസ്യം ക്ലോറൈഡ് പ്ലസ് 2H2O. ഇവിടെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ബ്ലീച്ചിങ് പൗഡർ കിട്ടുന്നുണ്ട്. CaOCl2 ആണ്. കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ് എന്നറിയപ്പെടുന്നതാണ് ബ്ലീച്ചിങ് പൗഡർ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മളിവിടെ ക്ലോറിൻ്റെ യൂസസ് എന്തൊക്കെയാണ്? നമുക്ക് ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം, ഒരു ബ്ലീച്ചിങ് ഏജൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം അല്ലേ? ഒരു ബ്ലീച്ചിങ് ഏജൻ്റ് ആയിട്ട് നമ്മൾ ക്ലോറിൻ ഗ്യാസിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഡ്രഗ് പ്രൊഡക്ഷൻ, അങ്ങനെ പല യൂസസ് നമുക്ക് ക്ലോറിന് ഉണ്ട്. അപ്പോൾ ക്ലോറിനെ പറ്റി ഓർത്തിരിക്കേണ്ടത് അവരുടെ ആ ഒരു പീരിയോഡിക് ടേബിളിലെ കറക്റ്റ് പൊസിഷൻ ഓർത്തിരിക്കുക, ഗ്രൂപ്പ് നമ്പർ, പീരീഡ് നമ്പർ. അതേപോലെ തന്നെ എന്താണ്, ഇതൊരു ഹാലോജൻ ആണ്, ഹൈലി റിയാക്റ്റീവ് ആണ്. അവരെന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണ് എക്സിബിറ്റ് ചെയ്യുന്നത്? ബ്ലീച്ചിങ് ആക്ഷനുള്ള കാരണം, ബ്ലീച്ചിങ് ആക്ഷനും ഓക്സിഡൈസിങ് പ്രോപ്പർട്ടിയുടെ റീസൺ നെയ്സെന്റ് ഓക്സിജൻ ആണെന്ന് ഓർത്തിരിക്കുക. പ്രിപ്പറേഷന് ഒരു 2-3 മെത്തേഡ് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഡീക്കൻസ് പ്രോസസ്സ് മറക്കരുത്, ക്ലോറിന്റെ മാനുഫാക്ചറിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഡീക്കൻസ് പ്രോസസ്സ്. ഓക്കെ, നെക്സ്റ്റ് ഹൈഡ്രജൻ ക്ലോറൈഡ് ആണ്. ഹൈഡ്രജൻ ക്ലോറൈഡ് ഒരു കോമ്പൗണ്ട് ആണ്. ഇറ്റ് ഈസ് എ കോമ്പൗണ്ട് ഓഫ് ഹൈഡ്രജൻ ആൻഡ് ക്ലോറിൻ. ഹൈഡ്രജന്റെയും ക്ലോറിന്റെയും ഒരു ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട് ആണ് ഹൈഡ്രജൻ ക്ലോറൈഡ്. ഹൈഡ്രജൻ ക്ലോറൈഡിന്റെ അക്വസ് സൊല്യൂഷൻ നമുക്ക് ഫെമിലിയർ ആണ്. എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് അല്ലേ? അക്വസ് സൊല്യൂഷൻ ഓഫ് ഹൈഡ്രജൻ ക്ലോറൈഡ് ഈസ് നോൺ ആസ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഓക്കെ, എന്തൊക്കെയാണ് ഹൈഡ്രജൻ ക്ലോറൈഡിന്റെ പ്രോപ്പർട്ടീസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഹൈഡ്രജൻ ക്ലോറൈഡ് HCl ആണ്. ഇതിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഇതൊരു അൺകളേർഡ് ഗ്യാസ് ആണ്. അൺകളേർഡ് ഗ്യാസ് ആണ്, ഒരു പങ്ക്ചന്റ് അരോമ ഉള്ള ഒരു അൺകളേർഡ് ഗ്യാസ് ആണ്. അക്വസ് സൊല്യൂഷൻ ഈസ് അസിഡിക് ആണ്. അപ്പോൾ ഇതിന്റെ അക്വസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അസിഡിക് ആണ്, അത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. അതിന്റെ അക്വസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. അപ്പോൾ ഈ ഒരു ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസിന് ലിറ്റ്മസ് പേപ്പറിൽ പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നുമില്ല. ഡ്രൈ ആയിട്ടുള്ള ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസിന് ഇറ്റ് ഹാസ് നോ ഇഫക്റ്റ് ഓൺ ലിറ്റ്മസ് പേപ്പർ ആണ്. എന്നാൽ എന്താണ് അക്വസ് സൊല്യൂഷൻ, അതായത് അതിന്റെ അക്വസ് സൊല്യൂഷൻ എന്താണ്? അസിഡിക് ആണ്. അത് ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുന്നതാണ്. ഓക്കെ, then it is soluble in water ആണ്. The hydrogen chloride gas fumes in moist air, non combustible ആണ്. Then dilute hydrochloric acid react with silver nitrate to form a white precipitate called silver chloride. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, നമ്മൾ ലാബിൽ ചെയ്യുന്നതാണ് അല്ലേ? ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡിനെ സിൽവർ നൈട്രേറ്റുമായിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടെസ്റ്റ് ട്യൂബിൽ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്താണ്? സിൽവർ ക്ലോറൈഡ് ആണ്. അപ്പോൾ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡും സിൽവർ നൈട്രേറ്റും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സിൽവർ ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് ഹെവിയർ ദാൻ എയർ ആണ്. ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ഹെവിയർ ദാൻ എയർ ആണ്. ഈസിലി ലിക്വിഫൈഡ് ടു എ കളർലെസ് ലിക്വിഡ്. ഇത് വേഗത്തിൽ എന്താണ്? ലിക്വിഫൈ ചെയ്യുന്നതാണ്, ഈസിലി ലിക്വിഫൈഡ് ആണ്. ഓക്കെ, ദെൻ ഫ്രീസസ് ടു വൈറ്റ് ക്രിസ്റ്റലൈൻ സോളിഡ്. ഇത് ഫ്രീസ് ചെയ്താൽ ഒരു വൈറ്റ് ക്രിസ്റ്റലൈൻ സോളിഡ് ആയിട്ട് മാറും. ദെൻ അക്വാറീജിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അക്വാറീജിയ പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ 3:1 റേഷ്യോയിലാണ് എടുക്കുക. 3:1 എന്നുള്ള അവരുടെ ആ ഒരു റേഷ്യോയിലായിരിക്കും കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡും കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും ചേർത്ത് നമ്മൾ അക്വാറീജിയ പ്രിപ്പയർ ചെയ്യുക. അക്വാറീജിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നോബിൾ മെറ്റൽസ് ആയിട്ടുള്ള ഗോൾഡ്, സിൽവർ ഇവയൊക്കെ ഡിസോൾവ് ചെയ്യുന്ന ലിക്വിഡാണ് അക്വാറീജിയ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അക്വാറീജിയ പ്രിപ്പയർ ചെയ്യാനായിട്ട് 3 parts of concentrated hydrochloric acid and 1 part of concentrated nitric acid are mixed. Then aquaregia is formed, which is used for dissolving noble metals. Okay, then എങ്ങനെയാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ? അപ്പോൾ ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് പ്രിപ്പയർ ചെയ്യുന്നത് ഹീറ്റിംഗ് സോഡിയം ക്ലോറൈഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂറിക് ആസിഡ്. ഓക്കെ, സോഡിയം ക്ലോറൈഡിനെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂറിക് ആസിഡുമായിട്ട് ചേർത്ത് ഹീറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്ന ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസിനോട് കൂടെ മോയിസ്ചർ കണ്ടന്റ് ഉണ്ടായിരിക്കും. ആ മോയിസ്ചറിനെ റിമൂവ് ചെയ്ത് അതിനെ നമുക്ക് ഡ്രൈ ആക്കാനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഡ്രൈയിങ് ഏജന്റ് എന്ന് പറയുന്നത് സൾഫ്യൂറിക് ആസിഡ് ആയിരിക്കും. അപ്പോൾ NaCl plus H2SO4 gives NaHSO4 plus hydrogen chloride gas.
ഓക്കെ ആണല്ലോ. ദെൻ ഇതിൻ്റെ യൂസസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്ലോറിൻ, അതേപോലെ തന്നെ അക്വാ റീജിയ, അതേപോലെ തന്നെ പല ക്ലോറൈഡുകൾ ഇവയൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഹൈഡ്രജൻ ക്ലോറൈഡ് യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ അമോണിയം ക്ലോറൈഡ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഹൈഡ്രജൻ ക്ലോറൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഗ്ലൂക്കോസ് ഇവയൊക്കെ പ്രിപ്പയർ ചെയ്യാൻ ഹൈഡ്രജൻ ക്ലോറൈഡ് യൂസ് ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ മെഡിസിൻസ്, ലബോറട്ടറി റിയേജൻ്റ് ആയിട്ടൊക്കെ നമ്മൾ ഹൈഡ്രജൻ ക്ലോറൈഡിനെ യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോൺ മെറ്റൽസിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ക്ലാസ് കാണുക, അപ്പോൾ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.